പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വിവിധ പള്ളികളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പ്രയർ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സഭാ നേതൃത്വങ്ങളും പല വിധത്തിൽ ക്രിസ്തുവിനെ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മാനസാന്തരങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറവും ഇപ്പുറവും പകർന്നും സ്തംഭിച്ചും ഒക്കെ നിൽക്കുമ്പോൾ എന്താണ് ക്രൈസ്തവ ആധ്യാത്മികത, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുവാൻ പരിശുദ്ധാത്മാവ് ഏതു വിധത്തിൽ നമ്മൾ ജീവിക്കണമെന്നതാണ് ആഗ്രഹിക്കുന്നത് എന്ന് സംശയത്തിന് അവകാശമില്ലാതെ പറയുവാനും കേൾക്കുവാനുമുള്ള ഒരു അവസരം ഇതാ നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ ഇപ്പോൾ സർവ്വജാതി മതങ്ങളിൽപ്പെട്ടവർക്കും വരുവാനും പ്രാർത്ഥിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ അവസരം കൊടുക്കുന്ന ചൈതന്യ ഓൾഡ് ഏജ് ഹോമിൽ, ഗെത്സമൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ, ആത്മാഭിഷേകം പ്രാർത്ഥനാ സമൂഹത്തിൽ ഒക്കെ പെട്ടിരിക്കുന്ന ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ അറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടി അറിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യമായി ഈ കാസറ്റിന്റെ ആരംഭത്തിൽ ഞാൻ ഉയർത്തുന്ന ചോദ്യം, യേശുവിന്റെ ആദിമ ചൈതന്യം ഇന്നത്തെ ഏതേത് വീടുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും? ഇന്നത്തെ ഏതേത് സഭകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. അഥവാ സഭകൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ ക്രിസ്തു സംപ്രീതനാണോ എന്ന കാര്യമാണ്. ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനു ശേഷം സഭ എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്, അല്ലേ? യേശുക്രിസ്തു മരിച്ചുയർത്തു, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് പോയി. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമില്ലെന്ന് തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ ഹെബ്രായരുടെ ലേഖനം ആദ്യ അധ്യായം ഒന്ന് പരിശോധിച്ചാൽ മതി, സംശയമൊക്കെ തീരും. 1-ാം അധ്യായത്തിൽ ഹെബ്രായർ 3-ാം വചനത്തിൽ ഇങ്ങനെ സത്യവചനം പറയുന്നു: തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുകയും പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുകൂടെ റീബൈൻഡ് ചെയ്ത് കേട്ടാൽ പോരെ. സകല പാപങ്ങളിൽ നിന്നും ഗാവുൽത്താമലയിലെ തന്റെ ഔദ്യോഗികവും സ്നേഹനിർഭരവുമായ ജീവിതത്തിന്റെ ഒടുവിൽ പീഡാസഹനമേറ്റ് മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലംഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി അവൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായി നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്നെങ്കിലും അവൻ ഇങ്ങോട്ട് വരുമോ? തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 2-3 വചനത്തിൽ അതിന്റെ സംശയങ്ങൾ തീർത്തവൻ മറുപടി പറയുന്നുണ്ട്. കേൾക്കണ്ടേ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അതേ, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തീർച്ചയായിട്ടും വരും എന്ന് അവിടുന്ന് സത്യം പറയുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ആയിരിക്കുന്ന സാക്ഷാൽ യേശുവിന്റെ ചൈതന്യം, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ചൈതന്യം, യേശു മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ചൈതന്യം ഇന്ന് ഞാനും നിങ്ങളും പോകുന്ന പള്ളികളിലോ നമ്മളൊക്കെ ആയിരിക്കുന്ന കൂട്ടായ്മകളിലോ വീടുകളിലോ ഉണ്ടോ? ഇതാണ് പരിശോധിക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയായിരുന്നു എന്നത് കേൾക്കണ്ടേ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ ഈ കാര്യം പറയുന്നു. 1-ാം വചനം, പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ. പന്തക്കുസ്താദിനം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ 50-ാം പെരുന്നാളെന്ന് പറയല്ലേ? ആ കാര്യമാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആദ്യ ക്രൈസ്തവ സമൂഹം
അവർ മുഴുവൻ പേരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ദൈവാത്മാവിന്റെ വരവ് അവർക്ക് മേലുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അതാണ് ആദ്യ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എങ്ങനെ അവരെ നയിച്ചു എന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ബുക്കിൽ 2-ാം അധ്യായത്തിൽ 37 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 40 മുതലുള്ള വചനങ്ങളാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. 3 പ്രധാന ആശയങ്ങളാണ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. ഒന്ന്, ക്രിസ്തുവിലേക്ക് വരാത്ത പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അത്തരം ആളുകളിൽ നിന്നും ക്രിസ്തുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആ ദുഷിച്ച തലമുറയിൽ നിന്നും വേർപെടണം എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അവർ സ്നാനം സ്വീകരിക്കുകയും അപ്പസ്തോലന്മാരുടെ സ്നേഹത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് പറയുന്നു. അപ്പസ്തോലന്മാർ അന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പ്രബോധിപ്പിച്ചു, ക്രിസ്തുവിന്റെ കൂട്ടായ്മ ആചരിച്ചു. ക്രിസ്തു ലൂക്ക 22:19 അങ്ങനെ പലയിടത്തും പറഞ്ഞ അപ്പം മുറിക്കൽ എന്ന ശുശ്രൂഷയ്ക്ക് അപ്പസ്തോലന്മാർ നേതൃത്വം കൊടുത്തു, പ്രാർത്ഥനകൾക്കും നേതൃത്വം കൊടുത്തു. ഈ 4 കാര്യങ്ങളും ആദ്യ സഭയിൽ ഉണ്ടായിരുന്നതുപോലെ എന്നും ഉണ്ടെങ്കിൽ ആദ്യ ചൈതന്യം നിലനിൽക്കും. അന്ന് അപ്പസ്തോലന്മാർ ഇപ്രകാരമുള്ള അപ്പം മുറിക്കലും പ്രബോധനവും പ്രാർത്ഥനയും കൂട്ടായ്മയും നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മാനസാന്തരപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ സഭയോട് ചേരുകയാണ് ചെയ്തത്. അവരൊക്കെ ദൈവവചനം ധൈര്യത്തോടുകൂടി പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല, സാമ്പത്തികമായിട്ട് തകർന്നവരെ സമുദ്ധരിക്കുവാൻ വേണ്ടി അപ്പസ്തോലന്മാർ ഉള്ളവരിൽ നിന്നും സമ്പത്ത് സമാഹരിച്ച് പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഒരേ സമയത്ത് ദൈവരാജ്യത്തെ സുന്ദരമായി ആവിഷ്കരിച്ചുകൊണ്ടും അതേ സമയത്ത് അന്നു വേണ്ടി ആഹാരത്തിന് വക സംഘടിപ്പിച്ചു കൊടുത്തുകൊണ്ടും ആദ്യ സഭ ഭൂമിയിൽ ദൈവകൃപയെ മഴ പോലെ പെയ്യുവാൻ സഹായിച്ചു. ഇങ്ങനെ സഭയോട് ചേർന്നിരുന്നവരെ സഭയിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നോ കേൾക്കണ്ടേ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 47-ാം വചനത്തിൽ അത് പറയുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കണ്ടോ? രക്ഷ പ്രാപിക്കുന്നവരാരാ? പഴയ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് വചനപ്രകാരം വരുന്ന ആളുകളെയാണ് രക്ഷ പ്രാപിക്കുന്നവരെന്ന് പറയുന്നത്. AD 300 വരെയുള്ള ചരിത്രത്തിൽ റോമ അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളിലൂടെ ക്രിസ്തുവിലേക്ക് വരുന്നവരെ ഒത്തിരി പേരെ കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ചത്തവരുടെ ബന്ധുക്കളും അഥവാ വധിക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ വധിക്കപ്പെടുന്നതിൽ ഭയമില്ലാതെ ക്രിസ്തുവിന്റെ രക്ഷാകരമായ ജോലിയിലേക്ക് ആ കാലഘട്ടങ്ങളിൽ അടുത്തുകൊണ്ടിരുന്നു. അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചും കൊണ്ടിരുന്നു എന്നാണല്ലോ ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതേ സ്നേഹിതരെ, ആദ്യ ക്രൈസ്തവ സമൂഹം അങ്ങനെയായിരുന്നു. പത്രോസാദികൾ അവരോട് വചനം പ്രസംഗിച്ചു. ക്രിസ്തു അവരുടെ മുമ്പിൽ നേരിട്ട് വരാതെ ആത്മാവായി വന്നുകൊണ്ട് രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. സന്തോഷത്തോടെ അവർ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതാണ് ആദ്യ ക്രൈസ്തവ സഭയുടെ രീതി. അതോടുകൂടി ദൈവവചനം പ്രചരിക്കുവാൻ തുടങ്ങി എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 7-ാം വചനത്തിൽ 12 അപ്പസ്തോലന്മാർ എന്ന് കർത്താവ് തിരഞ്ഞെടുത്തവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടുവന്നിരുന്നു എന്ന് 6-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു. സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ സഭയുടെ നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ച്
AD 316 കോൺസ്റ്റന്റൈൻ എന്നു പേരുള്ള ചക്രവർത്തി കൂടി സഭയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അഥവാ സഭയിൽ ഒരു രാജകീയ പൗരോഹിത്യ സ്വഭാവം, അത് ജനങ്ങൾക്ക് എല്ലാവർക്കും സാമാന്യമായിട്ടുള്ള രാജകീയത്വമല്ല, മഹാരാജാക്കന്മാർ വരുന്നത് കൊണ്ടും സമ്പത്തുണ്ടാകുന്നത് കൊണ്ടും ലഭിക്കുന്ന ഒരു പൗരോഹിത്യ ശൈലി സഭയിലേക്ക് കടന്നു വരുവാൻ ഇടയാവുകയാണ്. പത്രോസും പൗലോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും നേതൃത്വം കൊടുത്തു കൊണ്ടുവന്ന ആ സഭയിലേക്ക് ചില തെറ്റായ ഉപദേശങ്ങൾ കടന്നു വരുന്നിടത്തേക്ക് സാഹചര്യങ്ങൾ എത്തിവരുന്നു. ഇതൊന്നും ഇന്ന് വിവിധ പള്ളികളിൽ പോയി കുർബാനയും കൂടി ധ്യാനത്തിലും ഒക്കെ സംബന്ധിച്ച് വരുന്ന ജനകോടികൾ അറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. അവർ സ്വാഭാവികമായും പള്ളിയിൽ പോകുന്നു, നൊവേനകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും കുർബാനയിലുമൊക്കെ സംബന്ധിക്കുന്നു, പോരുന്നു എന്ന് മാത്രം. ആദിമസഭയിൽ ഉണ്ടായിരുന്ന സഭാപീഡനങ്ങൾ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിന്റെ പേരിലാണെന്നും അവരറിയുന്നില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2, 3, 4 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദിമസഭയുടെ ചൈതന്യവും ഈ ജനകോടികൾ അറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് അവരറിയേണ്ടതിനു വേണ്ടി ഈ കാര്യങ്ങളെ ഇപ്പോൾ പറയുന്നത്. ആ കാലഘട്ടത്തിലെ റോമൻ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 316 ക്രിസ്തുമതം സ്വീകരിച്ചു. തുടർന്ന് ക്രിസ്തുമതം ഒത്തിരി ആചാരങ്ങളുടെയും ഒത്തിരി ആർഭാടങ്ങളുടെയും മണ്ഡലത്തിലേക്ക് മൂക്കും കുത്തി വീഴുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായം 15-16 വചനത്തിൽ പറയുന്നത് പോലെയും സംഖ്യയുടെ പുസ്തകം 22-24 അധ്യായങ്ങളിൽ പറയുന്നത് പോലെയും ഉള്ള ബിലയാം എന്നും ബാലാം എന്നും വിളിക്കപ്പെടുന്ന ഒരു തരം കള്ളപ്രവാചക സ്വഭാവം സഭയിലേക്ക് കടന്നു വരികയാണ്. കൂടാതെ നിക്കലോപ്യ പക്ഷക്കാർ എന്ന് പറയുന്ന ഒരു തരം പക്ഷക്കാരുടെ സ്വഭാവവും ദുരുപദേശങ്ങളും സഭയിലേക്ക് കടന്നു വരികയാണ്. ഇത് രണ്ടും എന്താണെന്നോ, ദ്രവ്യം വർദ്ധിച്ചാൽ കുഴപ്പമില്ല എന്ന ചിന്ത, ജഡിക പാപങ്ങളോടുകൂടി കഴിഞ്ഞാലും സാരമില്ല എന്ന ചിന്ത. ഇതാണ് AD 316 ശേഷം സഭയെ നശിപ്പിക്കുവാൻ പിശാചിന്റെ കണ്ടുപിടുത്തശാലയിൽ നിന്നും ഇറക്കിവിട്ട കുഴപ്പങ്ങൾ. AD 325 കൂടിയ ഒന്നാമത്തെ നിഖ്യ സൂനകദോസോട് കൂടി മറ്റൊരു ദുരുപദേശം കൂടി ആദ്യ സഭയിൽ വരികയാണ്. മനുഷ്യരെ പട്ടക്കാരെന്നും അൽമേനികളെന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. അതുവരെ അങ്ങനെ ഒരു തരംതിരിവില്ലായിരുന്നു. ഇതിന്റെ ഫലമായി റോമ, അന്ത്യോക്യ, അലക്സാണ്ട്രിയ മുതലായ സ്ഥലങ്ങളിലെ സഭാ ബിഷപ്പുമാരെ പാത്രിയാർക്കീസുമാരായിട്ട് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഉയർത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. ശരിക്കും 1 പത്രോസ് 2:4 പറയുന്നതാണ് ശരി. അവിടെ പറയുന്നു, യേശുവാണ് സജീവശിലയെന്ന്. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയായ യേശുവിലാണ് സഭ വളരേണ്ടത്, യേശുവാണ് സഭയെ വളർത്തുന്നത് എന്ന് 1 പത്രോസ് 2:4 പറയുന്നു. യേശുവാകുന്ന പാറമേലാണ് സഭ പണിതുയർത്തപ്പെടുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, പല സ്ഥലത്തുള്ള ബിഷപ്പുമാരുടെ നേതാക്കൾ, ഇവരൊന്നുമല്ല സഭയെ പണിതുയർത്തേണ്ടതും ഉയർത്തുന്നതും, ക്രിസ്തുവാണ്. പക്ഷേ രാജാക്കന്മാർ ക്രിസ്തുമതം സ്വീകരിച്ചു. അവരുടെ കയ്യിലാണ് തോക്ക്, അവരുടെ കയ്യിലാണ് പണം, അവർ പറയുന്നത് കേട്ടോണം എന്ന ഒരു അടിച്ചേൽപ്പിക്കൽ വന്നതോടുകൂടി ക്രിസ്തുവാണ് പാറ എന്ന പ്രബോധനം അയഞ്ഞില്ലാതെയാവുകയാണ്. തമ്പുരാൻ പറഞ്ഞു മത്തായി 16:18, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ പണിയും, ഈ പാറയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന്. തമ്പുരാൻ പറഞ്ഞ പാറ തമ്പുരാനാണ്, പത്രോസൊന്നുമല്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-ാം വചനത്തിൽ നീ പത്രോസാണ് എന്നൊരു വാക്ക് ഉള്ളതുകൊണ്ട് ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ് എന്നും അദ്ദേഹത്തിന്റെ കൈവെപ്പിനാൽ പിന്നെ പിന്നെ വന്നവരെല്ലാവരും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട
അപ്പസ്തോല തുല്യരാണെന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങോട്ടുണ്ടായി. ആ കാഴ്ചപ്പാട് അടിസ്ഥാനരഹിതമാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. തമ്പുരാൻ പറഞ്ഞത്, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയുമെന്നാണ്. അവിടെ പാറ തമ്പുരാനാണ്. ആ വാക്യത്തിന്റെ ആരംഭത്തിൽ നീ പത്രോസാണെന്ന് പറഞ്ഞെങ്കിൽ ആ വാക്ക് മൂലപദത്തിൽ എവിടെ നിന്നാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രീക്കിലും എബ്രായ ഭാഷയിലും അരമായ ഭാഷയിലും ഒക്കെയാണ് തമ്പുരാന്റെ കാലത്തെ രചനകൾ നടന്നത് എന്ന് ആർക്കാണ് അറിയത്തില്ലാത്തത്. വാമൊഴിയും വരമൊഴിയും ഒക്കെ ഗ്രീക്ക് എബ്രായ ഭാഷകളിലായിരുന്നു. നീ പത്രോസാണെന്ന് മത്തായി 16:18 പറഞ്ഞപ്പോൾ പത്രോസ് എന്നതിന് പകരമായി ഉപയോഗിച്ച് ഗ്രീക്ക് പദം PETROS, പെട്രോസ് എന്നാണ്. ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പാറ കഷണമെന്നാണ്, പാറ എന്നല്ല. ഈ പാറ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം പെട്രോസ് എന്നല്ല, പെട്ര എന്നാണ്. PTRA, പെട്ര. പെട്ര എന്ന വാക്കിന്റെ അർത്ഥം വൻപാറ എന്നാണ്. പെട്രോസ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കായ പീറ്ററും മലയാള വാക്കായ പത്രോസിന്റെയും അർത്ഥം ചെറിയ പാറ എന്നാണ്. വലിയ പാറ യേശുവും. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനാകുന്ന വലിയ പാറയിൽ സഭയെ ഞാൻ പണിയുമെന്ന് യേശു പറയുകയാണ് ചെയ്തത്. ഇതേപ്പറ്റി സംശയിക്കാതിരിക്കാനാണ് പത്രോസ് തന്നെ 1 പത്രോസ് 2:4 പൗലോസ് 1 കൊരിന്ത്യർ 10:4 ആ പാറ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞതുകൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. പൗലോസ് 1 കൊരിന്ത്യർ 10:4 പറയുകയാണ് ആ പാറ ക്രിസ്തു തന്നെ എന്ന്. ഇത്രയും വ്യക്തമാക്കിയപ്പോൾ റോമാ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയും ഒക്കെ പത്രോസ് എന്ന് പറയുന്ന ആളാണോ അല്ലയോ എന്നതിനേക്കാൾ ഉപരി സത്യം ക്രിസ്തുവാകുന്ന പാറയിലാണ് ലോകസഭയെ തമ്പുരാൻ പണിയുന്നത് എന്നാണ്. അല്ലാതെ റോമിലിരിക്കുന്ന ഒരു പാപ്പായിലാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ പറയുകയും ബഹുജനങ്ങൾ അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന ബോഷ്കിനെ കുറിച്ച് ഇപ്പോൾ അല്പനേരം ചിന്തിക്കുവാനാണ് ഞാനിത് പറയുന്നത്. പ്രിയരെ, AD 300 മുതൽ 1965 വരെയുള്ള കാലഘട്ടത്തിൽ സത്യവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉപരി ലോകസഭയുടെ ആ കാലഘട്ടത്തിൽ അനേകം ദുരുപദേശങ്ങൾ വേറെയും വന്നു കയറി. ഒന്നാമത്തേത്, മരിച്ചവരോടും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥന അന്യോന്യം ചെയ്യണമെന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, വചനപ്രകാരം യേശുക്രിസ്തു ഒഴികെ ആരും പുതിയ നിയമസഭയിൽ ഉയർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നു. 13-ാം വചനം ഞാൻ വായിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന കാലത്തിൽ മാത്രമല്ല, ഞാനിപ്പോൾ ഈ പറയുന്ന കാലത്തിൽ എന്ന് മാത്രമല്ല, തമ്പുരാന്റെ 2ാമത്തെ ആഗമനത്തിൽ നടക്കാൻ പോകുന്ന ശവകുടീരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ഉത്ഥാനത്തിന്റെ അനുഗ്രഹം നടക്കാൻ പോകുന്ന നിമിഷം വരെയും യേശുക്രിസ്തു ഒഴികെ ഒരാളും ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ സാധ്യതയില്ല. ഉടലോടെ സ്വർഗത്തിൽ പോയവരോ ക്രിസ്തു മരിക്കുന്ന സമയത്ത് കല്ലറയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പഴയ നിയമകാല വിശുദ്ധന്മാരോ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നോ സ്വർഗത്തിൽ അവർ പോയിട്ടില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പുതിയ നിയമസഭയിൽ യേശുക്രിസ്തു ഒഴികെ ഒരാളും ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് യോഹന്നാൻ 3:13 മുതലുള്ള വചനങ്ങളെ ഉപജീവിച്ചുകൊണ്ട് നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റും. അപ്പോൾ പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവരെ മധ്യസ്ഥന്മാരാക്കി ഉയർത്തിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് വചനപ്രകാരം വിഡ്ഢിത്തമാണ് എന്നത് മനസ്സിലാകുമല്ലോ, അല്ലേ? ക്രിസ്തുവിന്റെ 2ാമത്തെ ആഗമനത്തിലെ ക്രിസ്തുവിന്റെ അമ്മച്ചി, ക്രിസ്തുവിന്റെ വളർത്തുപിതാവ്, ക്രിസ്തുവിന്റെ കൂടെ അപ്പസ്തോലന്മാരായി കഴിഞ്ഞവര്, ഇന്നാള് മരിച്ച മദർ തെരേസ ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാവരും തമ്പുരാനിൽ 2ാമത്തെ ആഗമനത്തിൽ അതിന്റെ 1ാമത്തെ ദളത്തിൽ തമ്പുരാനിൽ ജീവിച്ച് തമ്പുരാനിൽ മരിച്ചവരാണെങ്കിൽ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്ക് തന്നെ ചെയ്യും. എന്നാൽ ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ആദ്യകാലത്തെ സഭയുടെ പിന്തുടർച്ച സഭ, റോം നേതൃത്വം കൊടുക്കുന്ന സഭ എന്തൊക്കെ ദുരുപദേശങ്ങൾ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ, മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ബൈബിളിൽ ഉള്ളതാണെന്ന് വരുത്താൻ വേണ്ടി
ഒന്നും രണ്ടും മക്കബായരുടെ പുസ്തകങ്ങൾ ഇന്റർനാഷണൽ ബൈബിളിൽ ഇല്ലാത്തത് ആ ബൈബിളിൽ അങ്ങ് ചേർത്ത് വെച്ചു. മക്കബായരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പണമൊക്കെ പിരിച്ച കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 1546 ഇന്റർനാഷണൽ ബൈബിളിൽ ഇല്ലാത്ത പ്രഭാഷകൻ, ജ്ഞാനം, തോബിത്ത്, ബാറൂക്ക്, യൂദിത്ത്, ഒന്നും രണ്ടും മക്കബായർ, ഇങ്ങനെയുള്ള അപ്പോക്രിഫ സാഹിത്യത്തിൽപ്പെട്ട പുസ്തകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരികെ കയറ്റി. അപ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതിനകത്ത് പറയുന്നുള്ളത് കൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ജനങ്ങളങ്ങ് വിചാരിച്ചു പോവുക. മനസ്സിലായില്ലേ? കൂടാതെ എന്തുമാത്രം ദുരുപദേശങ്ങൾ പിശാച് കൊണ്ടുവന്നെന്നോ. മാർപ്പാപ്പയുടെ അപ്രമാദിത്വം പിശാച് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. AD 1879 അങ്ങനൊരു സാധനം കൊണ്ടുവന്നു. ഈ AD 786 വിഗ്രഹാരാധനയ്ക്കും തിരുശേഷിപ്പാരാധനയ്ക്കും ഓർഡർ ഇട്ടു. ഇതിനുവേണ്ടി ദൈവവചനത്തിലെ ചില തിരുവചനങ്ങളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയുണ്ടായി. വിഗ്രഹാരാധനയും തിരുശേഷിപ്പാരാധനയും തെറ്റാണെന്ന് പുറപ്പാട് 24 വായിച്ചാൽ അറിയാം. ആവർത്തന പുസ്തകം 5:8 വായിച്ചാൽ അറിയാം. പുറപ്പാട് 24 ആവർത്തന പുസ്തകം 5:8 ഉള്ള സത്യം പ്രസ്തുത സഭകൾ കാറ്റക്കിസം ക്ലാസ്സിൽ നിന്ന്, അഥവാ വേദപാഠ ക്ലാസ്സിൽ നിന്ന്, പ്രമാണം എന്ന ലിസ്റ്റിൽ നിന്നും അങ്ങോട്ട് സൗകര്യപൂർവ്വം മാറ്റിയ കാര്യവും ജനങ്ങൾക്കറിയത്തില്ല. കാരണം AD 1229 സാധാരണ ജനങ്ങൾ ഇനി ബൈബിൾ വായിക്കേണ്ട എന്ന് പുരോഹിത നേതൃത്വമുള്ളവർ ഓർഡറാക്കിയതോടുകൂടി ജനങ്ങൾ ആരും ബൈബിൾ വായിക്കാതെയായി. വായിക്കാൻ തുടങ്ങുന്നവരെ വീട്ടപ്പന്മാരും വീട്ടമ്മമാരും വഴക്ക് പറയാനും തുടങ്ങി. പാവം ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് ഞാൻ പറയുകയാണ്. ഈ വിഗ്രഹാരാധനയും തിരുശേഷിപ്പാരാധനയും പാടില്ലെന്ന് ഉടയതമ്പുരാൻ പറഞ്ഞത് കേൾക്കണ്ടേ? പുറപ്പാട് 24 മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഈ വാക്യം തന്നെയാണ് 10 പ്രമാണങ്ങൾ എന്ന ലിസ്റ്റിൽ നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ, അഥവാ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ബൈബിൾ വായിക്കണമെന്ന് തീരുമാനിപ്പിക്കുകയും ബൈബിൾ ജനങ്ങൾ വായിക്കാതെയാവുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ദുരുപദേശപരമായ ഏതെങ്കിലും സിദ്ധാന്തങ്ങളെ റോമിൽ നിന്ന് എഴുന്നള്ളിച്ച് വിട്ടാൽ ഒത്തിരി പഠിച്ചവരും പുണ്യവാന്മാരെ പോലെയുള്ളവരും ഒക്കെയാണിത് പറയുന്നത് എന്ന കാരണത്താൽ പാവം ജനങ്ങൾ അവരതൊക്കെ അങ്ങോട്ട് ശരിയാണെന്ന് വിചാരിക്കും. അത് സ്വാഭാവികമല്ലേ? ഇപ്പോഴും ഞാൻ ഈ പറയുന്നത്, ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ കുറച്ച് രോഗികൾ സുഖപ്പെടുകയോ ചില പിശാചുക്കൾ ജനങ്ങളിൽ നിന്ന് വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ സത്യമാണെന്ന് ജനങ്ങൾ വിട്ടുവിഴുങ്ങിയേക്കാനും സാധ്യതയുണ്ട്. എന്നെപ്പോലുള്ള ചെറിയവർ വിട്ടുവിഴുങ്ങുമ്പോൾ വലിയവരാണെന്ന് അറിയപ്പെടുന്നവർ പറഞ്ഞാൽ വിട്ടുവിഴുങ്ങിപ്പോവുക സ്വാഭാവികമാണല്ലോ. എന്നാൽ ഞാൻ പറയുന്നത് പോലും തിരുവചനത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വെട്ടരുത്, വിഴുങ്ങരുത്, ഛർദ്ദിച്ചു കളയണം. പ്രിയരെ, സത്യം അതായിരിക്കെ ബൈബിൾ വായിക്കാതെ വരുത്തിയ ബന്ധനങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിപ്പോൾ ആലോചിക്കാം. ജനകോടികളുടെ പള്ളികളിൽ ഇതോടുകൂടി മറ്റു മതങ്ങളുടെ ക്ഷേത്രാചാരങ്ങളിൽ ഉള്ളതുപോലെ കുറെ ബിംബങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. മറിയം, പുണ്യവാന്മാർ, പുണ്യവതികൾ, ഇടയ്ക്കിടയ്ക്ക് മരിച്ചവരിൽ നിന്നും പാപ്പ ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്നവർ, ഇവരെ കൊണ്ടെല്ലാം പള്ളികളും അതുപോലുള്ള സ്ഥാപനങ്ങളും വീടുകളും നിറയുവാൻ ഇടയാവുകയാണ്. ബൈബിളിലെ തിരുവചനങ്ങളെ ബൈബിൾ വിലക്കിയ ശേഷം സ്വന്തം കാര്യസാധ്യത്തിന് വചനത്തെ വളച്ചൊടിച്ച് ജനകോടികളെ ഭക്തിയുടെ മായാവിഭ്രമങ്ങളിൽ അകപ്പെടുത്തി വഞ്ചിച്ച ഇത്തരം കിരാത മതവൈതാളികന്മാർ ഉണ്ടാക്കി വെച്ച ബന്ധനങ്ങളിൽ ജനകോടികൾ ഇന്ന് കുടുങ്ങിക്കിടക്കുമ്പോഴാണ് എന്നെപ്പോലുള്ളവർ ഈ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ പേരിൽ പള്ളികളിലൊക്കെ വീണ്ടും ദേവസ്യാമുല്ലക്കരയെ പോലെയുള്ളവരുടെ ധ്യാനങ്ങളിലും പ്രസംഗങ്ങളിലും കേൾക്കാൻ പോകരുത്, അവരെ സഭ വിട്ടതാണ്, അഥവാ അവർ സഭയിൽ നിന്ന് പോയതാണ് എന്നുള്ള നുണപ്രചാരണവുമായിട്ട് പിന്നെയും പൗരോഹിത്യം രംഗത്ത് വരുന്നത്. പ്രിയരെ, AD 1950 യേശുവിന്റെ അമ്മ സ്വർഗാരോഹണം ചെയ്തു എന്നൊരു നുണ കൂടി രണ്ടാമത് വരികയാണ്. അതിനുശേഷം 65 മറിയം സഭയുടെ അമ്മയാണെന്ന് പേർ ചൊല്ലി വിളിക്കപ്പെടുകയാണ്.
ഇനിയിപ്പോ സഹരക്ഷകയാണെന്ന് വരാൻ പോവുകയാണ്. അതിനു വളരെ മുമ്പേ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച സ്ത്രീയാണ് എന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മുടെ മാതാവിനെക്കുറിച്ചല്ല, യേശുവിന്റെ അമ്മച്ചിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. യേശു ഒരു തവണ പോലും യേശുവിന്റെ അമ്മച്ചിയെ അമ്മേ എന്നൊരു വാക്ക് വിളിച്ചിട്ടില്ല എന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ദേവസ്യ മുല്ലക്കര മറിയത്തിനെതിരാണ്, പുണ്യവാന്മാർക്കെതിരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. നിങ്ങൾ ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ് എന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം എടുക്കാവോ? അവിടെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ സ്നേഹനിധിയായ അമ്മ ജോസഫിൽ നിന്നും ഗർഭം സ്വീകരിച്ച് പ്രസവിച്ച മക്കളെ പറ്റിയൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വചനം. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് സത്യവചനത്തിൽ ചോദിക്കുന്നു. 3 സഹോദരികളെക്കുറിച്ചും 4 സഹോദരന്മാരെക്കുറിച്ചും അഥവാ ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഞാനോ എൻ്റെ കൂട്ടായ്മയിലുള്ളവരോ പന്തക്കുസ്ത പാസ്റ്റർമാരോ പറയുന്നതല്ല, വചനത്തിലുള്ളത് ഉള്ളതുപോലെ പറയുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമാണോ സങ്കീർത്തന പുസ്തകം 69 എടുക്കുവാൻ? എടുത്തേ. 8-ാം വചനം ഒന്ന് വായിക്കട്ടെ ഞാൻ. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. എൻ്റെ അമ്മയുടെ മക്കൾക്ക് എന്ന് യേശു എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ അമ്മ പ്രസവിച്ച മക്കളെക്കുറിച്ചാണെന്നതിൽ മകനും വിഷമമില്ല, ജ്ഞാനമുള്ള ആർക്കും വിഷമമില്ല. വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവം കൊടുക്കുന്ന മക്കളെ പ്രസവിച്ചതും അത് സ്വീകരിച്ചതുമൊക്കെ പറയുന്നത് ഏറ്റവും മാന്യമായ കാര്യമല്ലേ? ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ആദ്യജാതൻ എന്നത് കൂടാതെ പിന്നെയും ജാതന്മാരുണ്ട് എന്ന് സുവിശേഷം എഴുതിയ ലൂക്കോസിന് നുണ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അങ്ങനെ വേണ്ടേ നമ്മൾ ചിന്തിക്കാൻ? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വചനം. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് സത്യവചനത്തിൽ ചോദിക്കുന്നു. ഇപ്രകാരമൊക്കെ യേശുവിന്റെ അമ്മയുടെ ഭർത്താവായ ജോസഫിൽ നിന്നും മക്കളെ സ്വീകരിച്ച് പ്രസവിച്ച കാര്യവും മറ്റും പറയുമ്പോൾ ഈ ബൈബിൾ വിലക്കിയില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ വായിച്ച് ജനകോടികൾ നേരത്തെ അറിയുമായിരുന്നു. ഇതൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് AD 1229 പിശാചിനാൽ ആവാസിക്കപ്പെട്ട സഭാ നേതൃത്വം ബൈബിൾ വിലക്കിയത് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറിയം യേശുവിനെ കന്യകയായപ്പോൾ സ്വീകരിച്ചതിലും യേശുവിന്റെ ജനനത്തിന് ശേഷം ജോസഫിൽ നിന്നും ഗർഭാധാനം സ്വീകരിച്ചതിലും അങ്ങനെ ഏതാനും മക്കൾക്ക് ജന്മം കൊടുത്തതിലും പിതാവിന്റെ പദ്ധതിയുണ്ട്. യഹോവയുടെ പ്ലാനാണത്. അത് അതുപോലെ അവളും ജോസഫും നടത്തി. അത് ബൈബിളിലുണ്ട്. ആ സത്യം എന്നെപ്പോലെയുള്ളവർ വിളിച്ചു പറയുമ്പോൾ കേൾവിക്കാർ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടുവല്ലോ, ഞങ്ങളുടെയൊക്കെ സഭകൾ ഞങ്ങളെ പഠിപ്പിച്ച് നുണയാണല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ പറയുന്നവനെ കല്ലെറിയുക എന്നതിലേക്കല്ല നിങ്ങൾ വരേണ്ടത്. ഇന്നും എൻ്റെ പ്രിയരെ, മാസത്തിൽ 2ഉം 3ഉം പുണ്യവാന്മാരെ വീതം ചില സഭകളിൽ കപ്പേളകളിൽ വെക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്ന നേതൃത്വം ബൈബിൾ ഒരു തവണ പോലും വായിക്കുന്നില്ല. അഥവാ വായിക്കുന്നുണ്ടെങ്കിൽ വാക്യത്തെ വളച്ചൊടിച്ചാണ്
കൊണ്ടുവരുന്നത്. അവർ ചെയ്യുന്നത് നീതിയോ? ഇതേപ്പറ്റി ഉടയ തമ്പുരാൻ എന്താണ് പറയുന്നത്? കേൾപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം എടുക്കുക, 15-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ പോവുക. 6-ാമത്തെ വചനത്തിലെത്തുമ്പോൾ ഉടയ തമ്പുരാൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, അഥവാ പരിശുദ്ധാത്മാവിനാൽ മത്തായി ഇങ്ങനെ എഴുതുന്നു: നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കേട്ടോ, ഒന്നുകൂടെ പറയട്ടെ. നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. ഏത് പാരമ്പര്യമാണ് ശരിക്കും ഓരോരോ സഭകൾ ആവിഷ്കരിക്കേണ്ടത്? ഏത് പാരമ്പര്യമാ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-3 അധ്യായത്തിൽ പ്രത്യേകമായും പറയുന്ന, ഞാൻ ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് ചേർത്ത പാരമ്പര്യമാണ് ചേർക്കേണ്ടത്. അതിന് പകരം കുസ്തന്തോനീസ് എന്നും കോൺസ്റ്റന്റൈൻ എന്നും വിളിക്കുന്ന ചക്രവർത്തി സഭയിൽ വന്നു. പിന്നെ കുറെ ചക്രവർത്തിമാർ സഭയിൽ വന്നു. അതോടുകൂടി സഭയിലെ ജനങ്ങളെയും പട്ടക്കാരെയും തട്ടിലാക്കി പട്ടക്കാർക്ക് പണം ഉണ്ടാക്കാമെന്നും പള്ളിക്ക് ചുറ്റും സമ്പത്ത് വേണമെന്നുമുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അൽമേനികൾ, അവർ വെറും വിഡ്ഢികൾ, അവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലെങ്കിൽ സ്വർഗം പോലും കിട്ടുകയില്ല എന്ന് പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിശാച് അവന്റെ ജോലി അടിച്ചു പൊളിച്ച് നടത്തി എന്ന് ഞാൻ പറയുകയാണ്. പ്രിയരെ, ആദിമസഭയിൽ പത്രോസ് മുതലായവരിലൂടെ ക്രിസ്തു മഹത്വപ്പെട്ടു, അഥവാ പിതാവ് മഹത്വപ്പെട്ടു, അഥവാ പരിശുദ്ധാത്മാ മഹത്വപ്പെട്ടു. ആദ്യ സഭയിൽ രോഗസൗഖ്യങ്ങളുണ്ടായി, ഭൂതശാന്തികളുണ്ടായി, സമ്പത്ത് പങ്കുവച്ച് പാവങ്ങളിടയിൽ വിതരണം ചെയ്ത് സമത്വസുന്ദരമായ ഒരു ദൈവരാജ്യ അനുഭവം ഉണ്ടായി. AD 316 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്നത് മുതൽ ഈ നിമിഷത്തിൽ ഈ കാസറ്റ് നിങ്ങൾ കേൾക്കുന്നിടം വരെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്ഥാനത്ത് സഭ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന് പകരം മറിയം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർക്ക് തുല്യരായ യോഗ്യതയോടുകൂടി സകല വിശുദ്ധന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന കോടികൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിന് മറിയം വേണമെന്നും പുണ്യവാന്മാർ വേണമെന്നും പള്ളി വേണമെന്നും പട്ടക്കാർ വേണമെന്നുമുള്ള ഒരു ധാരണയിലേക്ക് ജനകോടികൾ വരികയാണ്. ജീവിച്ചിരിക്കുന്ന നാളിൽ വിശ്വസിക്കുന്നതിലൂടെയോ സ്നേഹിക്കുന്നതിലൂടെയോ പരിശുദ്ധാത്മാവ് നിറയുന്നതിലൂടെയാണ് സ്വർഗരാജ്യം എന്ന സത്യം എങ്ങനെയോ വഴുതി മാറിപ്പോവുകയും മരിച്ചതിന് ശേഷമുള്ള ചില കർമ്മങ്ങളിലൂടെയോ കുർബാന, കുംഭസാരം, ജ്ഞാനസ്നാനം മുതലായ ചില കൂദാശകളിലൂടെയാണ് സ്വർഗരാജ്യം ലഭിക്കുക എന്നൊരു ധാരണയിലേക്ക് ജനകോടികൾ വരികയാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാനും ശ്രദ്ധിക്കാതെ സ്വയം പ്രഘോഷിക്കപ്പെടുകയാണ്. മറിയത്തെയും പലരെയും പ്രഘോഷിക്കുകയാണ്. സ്വന്തം കാര്യം വാദിക്കാനും ഇപ്പോൾ സഭ അതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിവെച്ച സഭയിലെ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും നിലനിർത്തുന്നതിനു വേണ്ടിയും സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനു വേണ്ടിയും ദൈവത്തിന്റെ വചനത്തെ ഒരു പുകമറയായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഈ കാസറ്റ് കേൾക്കുന്നവർ ദയവായി മനസ്സിലാക്കണം. ഇങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച പഠനങ്ങൾക്ക് അവരുടെ സ്വതസിദ്ധമായ അർത്ഥവും മൂല്യവും പ്രിയരെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം എന്ന നിലയിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതമാണ് മറ്റു മതസ്ഥരും ജാതികളും ജനങ്ങളും കാണുന്നത്. മറ്റു മതസ്ഥരും ജനങ്ങളും ജാതികളും അവരുടെ മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നും ക്രിസ്തു മതത്തിൽ കാണാതെയാകുമ്പോൾ എന്തിനാ ക്രിസ്ത്യാനിയാകുന്നത് എന്ന ചിന്തയിലേക്കും പോവുകയാണ്. ഇപ്പോൾ സഭ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പ്രിയപ്പെട്ടവരെ അംഗം വെട്ടുകയാണ്. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ വാക്കുകളെയും അവിടുത്തെ പ്രവൃത്തികളെയും ജീവിതത്തെയും ലോകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുകയാണ്. ചരിത്രപുരുഷനായ യേശുവും യേശുവിന്റെ പ്രബോധനങ്ങളും അവന്റെ യുഗാന്ത്യ സ്വഭാവവും ലോകാവസാനത്തോട് നമ്മളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യവുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടതുപോലെ വേണ്ടത് മനസ്സിലാകാതെ പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭാ പണ്ഡിതന്മാർക്ക് രാജകീയ ഓർഡറുകളെ ധിക്കരിക്കാൻ മേലാതെ വരികയോ പിശാചിന്റെ പ്രലോഭനത്തിന് അവർ വഴിപ്പെടുകയോ ചെയ്തതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്ത ആ കൂട്ടത്തിന് അഭിഷേകം കൂടി ഇല്ലാതെ വന്നപ്പോൾ ദൈവാലോചന ചോദിക്കാതെ കാലാകാലങ്ങളിൽ പല ആലോചനകളും സഭയിൽ കൊണ്ടുവന്നു.
അതെല്ലാം സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ജനങ്ങൾക്ക് തടസ്സമായി തീരുകയും ചെയ്തു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്ന ആ വചനമായ ദൈവത്തിൽ നിന്നും ജനം അകലുവാനിടയായി. ദൈവം ആത്മാവാണ്, അവനെ ആത്മാവിലും സത്യത്തിലും വേണം ആരാധിക്കുവാൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വചനങ്ങളിൽ പറയുന്ന സത്യത്തിൽ നിന്നും ജനങ്ങൾ ക്രമേണ അകന്നകന്നുപോയി. നിന്നെപ്പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്ന സത്യത്തിൽ നിന്നും ജനങ്ങൾ അകന്നകന്നുപോയി. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് യോഹന്നാൻ 3:5 പറഞ്ഞ സത്യത്തിൽ നിന്നും നീ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയാകണമെന്ന് മത്തായി 4:17 ഗലാത്യ 6:15 പറഞ്ഞ സത്യങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ അകന്നകന്നുപോയി. മാതാവിന്റെ നാമത്തിൽ കൊന്ത ചൊല്ലുകയോ വൈദികർക്ക് കാശ് കൊടുത്ത് കുർബാന ചൊല്ലിക്കുകയോ മരിച്ചതിന് ശേഷം നല്ല ഒപ്പീസുകൾ ചൊല്ലിക്കുകയോ ഒക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നാലും സ്വർഗരാജ്യം കിട്ടും എന്നൊരു തത്വദീക്ഷയിൽ ജനങ്ങൾ അകപ്പെട്ടുപോയി. നമ്മൾ പശ്ചാത്തപിക്കേണ്ടതുണ്ടെന്നും മാനസാന്തരപ്പെടേണ്ടതുണ്ടെന്നും ദൈവത്തോട് പാപമോചനം യാചിക്കേണ്ടതുണ്ടെന്നുമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ അറിയാതെ മാറിയിട്ട് വിലയേറിയ കൃപയാണ് ക്രിസ്തു ആവിഷ്കരിച്ചതെന്നും ജനങ്ങൾ മറന്നുപോകുന്നു. മത്തായി 13:44 പറഞ്ഞ വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെയാണ് സ്വർഗരാജ്യമെന്നത് ജനങ്ങൾ മറന്നുപോയിട്ട് യാതൊരു വിലയുമില്ലാത്ത ചീപ്പ് ഗ്രേസിനെ ലഭിക്കത്തക്കവണ്ണമുള്ള ഓടിയങ്ങ് ചെന്ന് പാപമോചനത്തിന് വേണ്ടി കുമ്പസാരം എന്നതൊന്ന് ആവിഷ്കരിച്ചാൽ സ്വർഗരാജ്യം കിട്ടുമെന്ന ഒരു പോസ്റ്റിൽ ക്രിസ്തുവിനെ ഒന്ന് സമീപിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ സമീപിക്കുന്നത് എളുപ്പമല്ലാത്തതുകൊണ്ട് ക്രിസ്തുവിന്റെ അമ്മയെ സമീപിച്ചാൽ അതാണ് നല്ലതെന്ന് കരുതുന്ന ഒരു ശൈലിയിലേക്ക് ജനകോടികൾ പ്രിയപ്പെട്ടവരെ മാറിപ്പോയിരിക്കുകയാണ്. ക്രിസ്തു ആവിഷ്കരിച്ച കൃപ വിലയേറിയ കൃപയാണ്. അത് വീണ്ടും 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 നമ്മൾ അന്വേഷിച്ച് ചെല്ലേണ്ട കൃപയാണ്. അത് വിലയേറിയതാണ്. ക്രിസ്തു മരിച്ച സമയത്ത് അവന്റെ നെഞ്ചിൽ നിന്നും ഒഴുകിയ വലിയ രക്തത്തുള്ളികൾ മറുവിലയായി നൽകിക്കൊണ്ട് സാത്താനിൽ നിന്നും ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും മനുഷ്യാത്മാവിനെ മോചിപ്പിച്ചെടുത്ത പുണ്യകൃപയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ക്രിസ്തു നൽകിയിരിക്കുന്നത്. ആദിമസഭയും ജനങ്ങൾക്ക് നൽകിയത് ആ ഒരു പുണ്യകൃപയാണ്. സ്വയത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ ക്രൂശമെടുത്തുകൊണ്ട് ഗാഗുൽത്താമിലേക്ക് നീങ്ങുമ്പോൾ ലഭ്യമാകേണ്ട അതിസുന്ദരമായ സ്വർഗരാജ്യത്തെ അവതരിപ്പിക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ജഡാവതാരം ചെയ്തതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും ഇനിയും വരുവാനിരിക്കുന്നതുമെല്ലാം അതിനാണ്. അങ്ങനെയിരിക്കെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വില കുറഞ്ഞ കൂദാശവൽക്കരണത്തിന്റെയും മധ്യസ്ഥ പ്രാർത്ഥനവൽക്കരണത്തിന്റെയും ചുറ്റും കളിച്ചുകൊണ്ട് ദൈവരാജ്യമെന്ന സത്യത്തെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ ഇന്ന് വീർപ്പുമുട്ടുന്ന ജനകോടികളോട് നിസ്സാരനായി ഞാൻ പറയട്ടെ, യേശു വചനമാണ്. അതെ, ദൈവം വചനമാണ്. എഴുതപ്പെട്ട വചനം ബൈബിളാണ്. ആ ബൈബിളിനെ വായിക്കണ്ട കേൾക്കണ്ട എന്ന് പറയുന്ന സഭയും ബന്ധപ്പെട്ടവരും ദൈവാത്മാവിൽ നിന്നും ദൂരെയാണ്. AD 1382 ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന മഹാനായ വ്യക്തി ബൈബിളിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ നേരത്ത് സമ്മതിക്കാത്തവരാണ് അവർ. അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം ഈ ജോൺ വിക്ലിഫിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് ചുട്ടുകളയാനും മാത്രം അവർ വചനവിരോധികളാണ്. വില്യം ടിൻഡൽ എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിന്റെ വചനത്തെ ഭാഷാന്തരീകരിച്ചു. AD 1535 അദ്ദേഹം പുതിയ നിയമത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചുവെങ്കിലും അധികാരികൾ അദ്ദേഹത്തെ പിടികൂടുകയാണ് ചെയ്തത്. AD 1536 അദ്ദേഹത്തെ തൂക്കിക്കൊന്നു, ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു. AD 1611 ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഒരു സംഘം ആളുകൾ ലത്തീൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഉണ്ടായ ബൈബിളിൽ നിന്നാണ് നമുക്കൊക്കെ ഇന്നിവിടെ സത്യവചനത്തെ കാണുവാനും കേൾക്കുവാനും ഇടവരുന്നത്. ദൈവവചനത്തെ ദൈവവചനമായി കാണാതെയും കേൾക്കാതെയും വിശ്വസിക്കാതെയും ഇരിക്കത്തക്ക വണ്ണം ഇത്തരം സഭകളെ കൊണ്ട് പിശാച് വേണ്ടതൊക്കെ ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും അങ്ങനത്തെ ഒരു സഭയിലെ അംഗമാണ്, അന്നും ഇന്നും.
കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലൂടെയെല്ലാം വചനത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്നെപ്പോലുള്ളവർക്കുണ്ടായി. എല്ലാ സഭകളിലും വചനത്തിലേക്കുള്ള കവാടം പരിശുദ്ധാത്മാവ് വീണ്ടും തുറന്നിട്ടിട്ടുണ്ട്. ഞാനും എന്നെപ്പോലെ ടിവിയിലും അല്ലാതെയൊക്കെ പ്രസംഗം പറയുന്നവരുടെ വചനങ്ങളിൽ ദൈവാത്മാവ് പ്രിയരെ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു സഭാ നേതൃത്വത്തോടും പിണങ്ങിക്കൊണ്ടല്ല, ഒരു സഭാ നേതൃത്വത്തെ ശപിച്ചുകൊണ്ടല്ല, ആചാരങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും തിരിച്ചു വന്ന് കർത്താവിന്റെ വചനത്തിലേക്ക് വന്നുകൊണ്ട് തന്റെ രണ്ടാമത്തെ ആഗമനത്തിനു മുമ്പായി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പൊതുജന്മം പ്രാപിച്ച് ദൈവ പൈതലിന്റെ സ്വഭാവത്തോട് ജീവിച്ച് നമുക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കാം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ എപ്പോൾ മരിച്ചാലും തീർച്ചയായിട്ടും തമ്പുരാന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇത് സത്യമാണ്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. യോഹന്നാൻ 8:32. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. യോഹന്നാൻ 8:36. യേശുവാണ് സത്യം. ഈ സത്യം ദൈവരാജ്യമാണ്, ദൈവം തന്നെയാണ്. യേശുവിലേക്ക് വചനത്തിലൂടെ നമുക്ക് അടുക്കാം. ഞാൻ ഇത്രയും സമയം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ത്യയിൽ തന്നെ AD 52 തോമസ് ലീഗ വന്നു. 12,000-ഓളം കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യ സഭയിലേതുപോലെ നമ്മുടെ മെത്രാന്മാരും വൈദികരും പാസ്റ്റർമാരും ഒക്കെ സഭയെ നയിച്ചിരുന്നുവെങ്കിൽ ഭാരതം മുഴുവൻ ഇപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിയുമായിരുന്നു. 4% ആളുകളിൽ താഴെയാണ് ഇനിയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ. അവരിൽ 3% ആളുകളും പാരമ്പര്യവാദികളാണ്. അപ്പോ അന്തിമവിധിയിൽ ഇന്ത്യയിൽ നിന്നും ഈ കണക്കിന് 1% ആളുകളാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ പാരമ്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടും വചനത്തെ ഉപാസിച്ചുകൊണ്ടും ലോകത്തിൽ അനേകം രാജ്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ചില വൈദികരുടെയോ ചില പാസ്റ്റർമാരുടെയോ അശ്രാന്ത പരിശ്രമം കൊണ്ടും ആണ് അത്. ആ പരിശ്രമിച്ചവരിൽ ബോങ്കയുണ്ട്, ബെന്നിഹിന്നുണ്ട്, എനിക്ക് പേരറിയാത്തോ നിങ്ങൾക്ക് പേരറിയുന്നതായി അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. ബില്ലി ഗ്രഹാമുണ്ട്. അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അനേകം രാജ്യങ്ങളിൽ വചനപ്രകാരമുള്ള രീതിയും ആരാധനയും ഉള്ളവരുടെ സംഖ്യ 50, 60, 70%. ഇവിടെ 4, 3, 2%. സീറോ മലബാർ സഭ, അതിന്റെ തന്നെ 2-3 വിഭാഗങ്ങൾ, പാത്രിയാർക്കിസുമാരുള്ള വേറെ കുറെ സഭകൾ, എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെയുള്ളത്. കൂറ്റൻ മണിമന്ദിരങ്ങൾ, താടി വെച്ച ബിഷപ്പുമാര്, ഓരോരോ ഇടവക പള്ളികൾക്ക് 50 ഏക്കർ, 20 ഏക്കർ, 5 ഏക്കർ, കുറെ കോൺവെന്റുകൾ, ഇങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നമ്മുടെ സംവിധാനത്തിലുള്ളത്. ഈ സംവിധാനങ്ങളെല്ലാം കൂടെ കൂടിയിട്ടും ഡിവൈൻ ധ്യാനമന്ദിരത്തെ പോലെയുള്ള ധ്യാനമന്ദിരങ്ങൾ ഇവിടെ 15 വർഷത്തായിട്ട് വന്ന് വളർന്നു നിന്നിട്ടും എല്ലാം കൂടെ കൂടി കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ യോഗ്യതയുള്ള 1% സത്യം നിങ്ങൾ അറിയുമ്പോൾ ഞാനും നിങ്ങൾ ലജ്ജിച്ചുകൊണ്ട് സത്യദൈവത്തെ ഇവിടെ കൊടുക്കാൻ വേണ്ടി ഒന്നിച്ച് അണിനിരക്കണം. സത്യദൈവത്തെ ഇവിടെ കൊടുക്കാൻ വേണ്ടി ഒന്നിച്ച് അണിനിരക്കണം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിന് വേണ്ടി കൂട്ടായ്മയുണ്ടാക്കുവാൻ, കൂട്ടാളിയാകുവാൻ നിങ്ങളും എന്റെ കൂടെ എന്നല്ല കർത്താവിന്റെ കൂടെ വരുവിൻ എന്ന ആഹ്വാനത്തോടെ ഇവിടെ ഇത് അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത കാസറ്റ് കൂടെ കേൾക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. കേൾക്കണം, നിങ്ങൾ നിർത്താതെ അടുത്ത കാസറ്റ് കൂടെ കേൾക്കണമേ. ആമേൻ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സോറിയാസിസ് വന്ന് പഴുത്ത് പുഴുത്ത് പുഴു അരിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനി ജോണി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള
ഒരു പെൺകുട്ടി കഴിഞ്ഞ 12 വർഷമായി സോറിയാസിസ് വന്ന് ദേഹം മുഴുവൻ പഴുത്ത് പുഴു അരിച്ച് ഇരിക്കുകയാണ്. ഈ സംഭവം നടന്നിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഈ പെൺകുട്ടി ഈ കൈയുമായി ഈ ദേഹവുമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് 1-2-3 ആഴ്ചയേ ആയിട്ടുള്ളൂ. നിങ്ങൾ കണ്ട കൈ ഒന്ന് കാണുക. കുറച്ചുകൂടെ ഞാൻ പറയും. താങ്ക് യു ഗോഡ്. എൻ്റെ പേര് മിനി ജോണി. ഞാൻ പെരുമ്പാവൂരിന് അടുത്തുള്ള വായക്കരയുടെ ദേശത്തിൽ നിന്ന് വന്നു. എനിക്ക് ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. ഞാൻ 12 വർഷക്കാലമായി സോറിയാസിസ് എന്ന മാരക രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മരുന്നുകളേറെ കഴിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. താൽക്കാലികമായ ഒരു സൗഖ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് പനി വന്ന് വീണ്ടും ശരീരം പൊട്ടി വ്രണപ്പെട്ട് മരിക്കാവുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ കർത്താവ് സാറിൻ്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിച്ചത്. അതെ, കുഞ്ഞിന്റെ പേരെന്താണ്? മിനി. മിനിയുടെ വീട് എവിടെയാണ്? പെരുമ്പാവൂര്. മിനി എന്ത് ചെയ്യുന്നു? ടൈലറിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? കല്യാണമൊക്കെ കഴിച്ചില്ലേ? ഭർത്താവിന്റെ പേരെന്താ? ജോണി. മക്കൾ എത്ര പേരാ ഉള്ളത്? ഒരു മോൻ. ഇതിപ്പോ തുടങ്ങിയത് എത്ര നാളായി? ഇങ്ങോട്ട് വെച്ച് കൈ. ഇത് മേജർ സെറ്റ് സോറിയാസിസ് ആണ് ഈ രോഗം. ദേഹം മുഴുവനുണ്ട്. ഒന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയാത്ത വിധത്തിൽ ദേഹം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരിക്കലും മാറുകയില്ലെന്നാണ് സാത്താൻ പറയുന്നത്. ഡോക്ടർമാർക്ക് ഇതിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. യേശുവിന് മാത്രമേ ഇത് സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മോൾ അതുകൊണ്ട് പൂർണ്ണമായി യേശുവിലേക്ക് അടുത്താൽ ഈ കാര്യമൊക്കെ ആവും. എല്ലാം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ പാവപ്പെട്ട മെനിക്കുട്ടിയുടെ അവസ്ഥ വേണ്ടത് എന്റെ കർത്താവ് രക്ഷിക്കണം പറഞ്ഞു ഓടി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോ ഭൂതപ്രേത പിശാചുക്കൾ ഒന്നിച്ചു വന്ന് പാവം കുട്ടിയുടെ ദേഹം കൊണ്ട് ത്വക്കുരോഗം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കർത്താവ് നീ കടന്നു വരിക. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഇവരുടെ തലമുറയുടെ പാപങ്ങൾക്കടിയിൽ മാപ്പ് ചോദിക്കുന്നു. അത് യേശു ക്രിസ്തുവേ, ഈ മകളുടെ തലമുറയുടെ പാപങ്ങൾക്ക് അടിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ പൊന്നു നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ചൊറിയും ചിരങ്ങും ബന്ധനങ്ങളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. ഇവരുടെ കുട്ടിക്കാലം മുതൽ സംഭവിച്ചുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. ബിംബാരങ്ങളുടെ ബന്ധനങ്ങളെല്ലാം മാറ്റുന്ന യേശുവാണ്. നീ ഇവിടെ വിട്ടുപോകുക. യേശുവിന്റെ നാമത്തിൽ നിത്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സാത്താനോട് കൽപ്പിക്കുന്നു, ഈ മകൾ സുഖപ്പെടട്ടെ, നീ വിട്ടുപോകുക. ഓക്കെ, 15 ദിവസം കൊണ്ട് നല്ലൊരവസ്ഥയിലേക്ക് വരും. നിങ്ങൾ എന്നെ കണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം ജയം തന്ന എൻ്റെ കർത്താവിന് ഏറെ നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ അവിടെ വന്ന് ആ സമയത്ത് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ കർത്താവിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന്. കർത്താവ് സാറിന്റെ കരത്തിലൂടെ എന്നെ തൊട്ട മാത്രയിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നുവെന്ന്. ആ സൗഖ്യം നീ എനിക്ക് പൂർണ്ണമായി തന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. നീ വിശ്വസിച്ചാൽ എന്റെ മഹത്വം കാണുമെന്ന് എന്റെ കർത്താവ് എന്നെ വെളിപ്പെടുത്തിയ നിമിഷമായിരുന്നു. ആ വിശ്വാസത്തിലൂടെ ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കുവാനായിട്ട് എനിക്ക് കൃപ മാത്രം മതി അപ്പാ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് തൊട്ട മാത്രയിൽ സൗഖ്യം കിട്ടിയതുപോലെ എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം എന്റെ കർത്താവ് തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാണ് എന്റെ സാക്ഷ്യം. ലോകം മുഴുവൻ ഈ സാക്ഷ്യം പറയുവാനായിട്ട് എന്റെ കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നതെന്ന് ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ യേശുവേ, നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം കർത്താവേ. ആയിരങ്ങളും നന്ദി പറഞ്ഞാലും തീരുമില്ല എന്ന് എനിക്കറിയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ എന്റെ ഈ
തൊക്കഴുകി പോയപ്പോൾ അപ്പാ നീ എന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ജീവൻ എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അജോ, കടപ്പരയിലായിരുന്നു എൻ്റെ വീട്. എനിക്ക് അപ്പൻഡിക്സിന് വേദന ഉണ്ട്. ചെറിയ വയറുവേദന വന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയി. അവിടെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഇതാന്ന് പറഞ്ഞ്. അപ്പം അവർ പറഞ്ഞ് അവിടെ ഇത് ചികിത്സിക്കുന്ന ഡോക്ടർ ഇല്ല, അതുകൊണ്ട് സായിപ്പിൻ്റെ അവിടെ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ സായിപ്പിൻ്റെ അവിടെ പോയപ്പം അവിടെ ഇത് പറ്റത്തില്ല, പുഷ്പേരി പോയതുകൊണ്ട് എന്നെ അവിടെ കയറ്റത്തില്ലെന്ന് ഡോക്ടർ എന്നെ പറഞ്ഞ് വിട്ട്. അപ്പം ഞാൻ ദേവശ്രീ സാറിൻ്റെ പരിപാടി TV-യിൽ 10 മണിക്ക് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായി. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്നു. മോനെ ഇന്ന് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് 6 മണിക്ക് അപ്പൻഡിക്സിന്റെ അസുഖം പഴുത്ത് പുഷ്പഗിരി കൊണ്ടുവന്ന് സ്കാൻ ചെയ്തപ്പോ പഴുത്ത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അവിടെ സർജൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് സാഹിബിൽ അവിടെ എഴുതി തന്നു. അവിടെ കൊണ്ടുവന്നപ്പോ അവർക്ക് പുഷ്പഗിരിന്ന് വിട്ട് അയാളൊരു മടിയെടുക്കാന്. എന്നിട്ട് അവര് പറഞ്ഞു ഇവിടെ സർജൻ ഇല്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ല, കുഞ്ഞിന് കുഴപ്പമോ കോട്ടയത്ത് കൊണ്ടുപോകണു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എഴുതുമ്പോ ഇന്നലെ TV-ക്കകത്ത് ഞാൻ കണ്ടു ഇവിടെ സാറിന്റെ ധ്യാനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടയത്ത് പോയി എനിക്ക് ആരും സഹായിപ്പാരില്ല. സ്കാൻ ചെയ്യാൻ കയറിയപ്പോ ഞാൻ എന്റെ ദൈവത്തോട് ഒന്ന് മാത്രമേ ചോദിച്ചോളൂ, കർത്താവേ ദൈവഹിതം ഉണ്ടെങ്കിൽ മാത്രമേ കത്തി തൊടിയിപ്പിക്കാവുള്ളൂ, അല്ലെ നിന്റെ ഇഷ്ടം എന്ത് എന്ന് മാത്രം. ഞാൻ രണ്ടിടത്തും അല്ല ഡോക്ടർമാർ കൈ ഒഴിച്ച് കുഞ്ഞിന് 6 മണിക്ക് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന്റെ അപ്പുറത്തെ പൊട്ടു. ഈ കുഞ്ഞിനെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് മരണം സംഭവിക്കാമെന്ന് ഡോക്ടർ എന്ന യേശുവിന്റെ നാമത്തിൽ ദേവസ്യ മുല്ലക്കര എന്ന നിങ്ങളുടെ ദാസനെ ഞാൻ പ്രഖ്യാപിക്കുന്നു. കുറച്ച് സുഖപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കൈകൊടുക്കുക. സ്നേഹിതരെ, ഈ അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ ചെവിയിൽ സംസാരിച്ചു. ഞാൻ അവളുടെ കരഞ്ഞുള്ള പ്രാർത്ഥന കേട്ടു എന്നും കൊച്ചിനെ സുഖപ്പെടുത്തിയെന്നും കർത്താവ് എന്റെ ചെവിയിൽ പറഞ്ഞു. കൈകൊട്ടി കർത്താവിന്റെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ മകനെ കർത്താവ് സുഖപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ, കർത്താവ് സുഖപ്പെടുത്തി. കുട്ടൻ ഇവിടെ ഇരിക്കെ അമ്മ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് ശക്തിയെ പകർന്നു തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു അമ്മയുടെ സന്തോഷം കാണുക. ദൈവം പ്രവർത്തിച്ചപ്പോൾ, തന്റെ മകന് വേണ്ടി അനുഗ്രഹിച്ചപ്പോൾ ഒരു അമ്മയുടെ സന്തോഷം കാണുക, ഒരമ്മയുടെ സന്തോഷം കാണുക. ഇതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ഇതാണ് ദൈവമക്കളുടെ സന്തോഷം. ദൈവമക്കളുടെ സന്തോഷം ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. കുട്ടനെ ഇവിടെ ഇരിക്കെ. കുട്ടൻ ചാടി എഴുന്നേറ്റ് വയറിങ്ങനെ 2 കൈ കൊണ്ട് അമർത്തിക്കുക. എത്ര വേണമെങ്കിലും അമർത്തിക്കോളെ. കുനിഞ്ഞോ, നല്ലപോലെ കുനിഞ്ഞോ, ഇഷ്ടംപോലെ കുനിഞ്ഞു, ഇഷ്ടംപോലെ കുനിഞ്ഞു, ഇഷ്ടംപോലെ കുനിഞ്ഞു, ഇഷ്ടംപോലെ കുനിഞ്ഞു. ആ സ്റ്റെപ്പിറങ്ങി ഓടിച്ചാടി നടന്നു, ഓടിച്ചാടി നടന്നു. ആ സ്റ്റെപ്പിറങ്ങി ഓടിച്ചാടി. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇവിടെ വന്ന് എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. അതുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ 6 മണിക്കൂറിനുള്ളിൽ ചെയ്തില്ലേ ചത്തുപോകുമെന്ന് പറഞ്ഞ കൊച്ചിനെ 6 സെക്കൻഡ് കൊണ്ട് യേശു തിരുവല്ലയിൽ വെച്ച് സുഖപ്പെടുത്തിയ ആ സംഭവം, ആ കുട്ടിക്ക് സമ്പൂർണ്ണ സൗഖ്യമാണെന്ന് സ്കാൻ ചെയ്ത ഡോക്ടർ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. 6 സെക്കൻഡ് കൊണ്ട് അപ്പൻഡിക്സ് സുഖപ്പെടുത്തിയ കർത്താവ് ഇങ്ങനെയാണ് സ്കാനിങ്. കർത്താവ് എല്ലാം സുഖപ്പെടുത്തും. പാപം മാറ്റിത്തരും, രോഗം മാറ്റിത്തരും, ദുഃഖം മാറ്റിത്തരും, തകർച്ചകൾ മാറ്റിത്തരും. മേഘകര CSI ഇടവകയുടെ വികാരിയാണ് ഞാൻ. ഈ ഇടവകയുടെ അച്ഛനായി ഇവിടെ ഈ യോഗങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2007 സെപ്റ്റംബർ 6, 7, 8, 9 തീയതികളിൽ ആത്മാഭിഷേകം ടീമിലെ ബഹുമാനവും സ്നേഹമുള്ള ബ്രദർ ദേവസ്യ മുല്ലക്കര സാറിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈയുടെ ഒരു ആക്സിഡന്റ് പറ്റി പ്ലാസ്റ്റർ ഇട്ടിരുന്ന കുണ്ടറ സഭയിലെ എന്റെ സുഹൃത്തായ ബഹുമാനമുള്ള റവറന്റ് ജോൺ ജയരാജൻ എന്നെ ഫോണിൽ വിളിച്ചു. ഈ യോഗത്തിൽ വന്ന് പങ്കെടുക്കുന്ന സാറിനെ കണ്ട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന്.
ബഹുമാനമുള്ള സാർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛന്റെ കരങ്ങളിലെ പൊട്ടിയ അസ്ഥികൾക്ക് വേണ്ടി പ്ലാസ്റ്റർ ഇട്ടിരുന്നു. പ്രാർത്ഥിച്ച് സുഖമായി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കരങ്ങളിലെ പ്ലാസ്റ്റർ എന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങളിപ്പോൾ അനേകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എടുത്തു മാറ്റി. കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകി. ഇപ്പൊ തന്നെ സ്നേഹനിധി അച്ഛന്റെ വലത്തു കൈയിലെ തമ്പുരാനോട് ചേർന്നുള്ള ഈ രോഗം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാം സുഖപ്പെട്ടു. അച്ഛൻ കർത്താവ് സുഖപ്പെടുത്തും. രണ്ട് കൈകളും ഒന്നിച്ചു രണ്ട് കൈകളുണ്ട്. അതെ, കർത്താവ് സുഖപ്പെടുത്തും. എല്ലാവരും കൈകൾ എടുത്ത് അത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. അത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. പ്രാർത്ഥിച്ച ബഹുമാനമുള്ള ദേവസ്യ മുല്ലക്കര സാറിനെ നന്ദിയോടുകൂടെ ഓർക്കുകയും ഇതിന് കർത്താവിന് മഹത്വം കൊടുക്കുകയും പരിശുദ്ധാത്മാവും ഞങ്ങളെല്ലാവരും സാക്ഷിയായി നിൽക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ കരങ്ങളിൽ ദൈവം ആ ഒടിഞ്ഞ അസ്ഥികൾ പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന് ഇപ്പോഴും നമുക്ക് കാണുന്നതിനും അച്ഛന്റെ സാക്ഷ്യം ഇവിടെ പറയുകയും ചെയ്യുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ഒരു പൊട്ടല് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ ഡോക്ടറെ ഞാൻ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും 10 മാസം മൊത്തം ഇട്ടേ മതിയാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടു. പക്ഷെ ഇവിടെ വന്ന് ബഹുമാനവും സ്നേഹമുള്ള സാറ് പ്രാർത്ഥിച്ചു. സുഖമായി വിരല് എല്ലാം മടക്കാമെന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു. ദൈവം എനിക്ക് സുഖം തന്നു. സാറിന്റെ പ്രാർത്ഥന വളരെ ഫലിച്ചു. അനേകം പേർക്ക് ഇതൊരു അനുഗ്രഹവും നന്മയും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു.